ഇനി വീണ്ടും മറ്റൊരു കേസ്, ഇതും ഈ സെക്സ്വൽ ഹരാസ്മെന്റുമായിട്ട് തന്നെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത് കൽക്കട്ട ഹൈക്കോടതിയുടെ ഒരു വിധിയാണ്. ഇതിന്റെ പ്രാധാന്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ സെക്സ്വൽ ഹരാസ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു പുരുഷൻ സ്ത്രീയെ ഹരാസ് ചെയ്യുന്നു, അതിലൊരു സെക്സ്വലി ഡിറ്റർമിൻഡ് ബിഹേവിയറിന് ഇറ്റ് അമൗണ്ട്സ് ടു സെക്സ്വൽ ഹരാസ്മെന്റ്. അപ്പൊ നമ്മുടെ ഈ ആക്ടിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെക്സ്വൽ ഹരാസ്മെന്റ് ഓഫ് വിമൻ അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ പ്രൊഹിബിഷൻ റിഡ്രസൽ ആക്ട് 2013 എന്ന് പറയുന്ന നിയമം ഒരു ജെൻഡർ സ്പെസിഫിക് ആണ്. ഇതിൽ സ്ത്രീക്ക് മാത്രമേ സംരക്ഷണമുള്ളൂ. അപ്പൊ പുരുഷനെ ഹരാസ് ചെയ്താലോ സംഭവിക്കാം. ഈ ആക്ടിന്റെ പേരിൽ അതിൽ പ്രൊട്ടക്ഷൻ ഇല്ല. പക്ഷെ ഒരു കാലത്ത് വേണമെങ്കിൽ വരാം. ഈ ആക്ടിൽ പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിലും ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ്മെന്റിന് ജെൻഡർ ന്യൂട്രൽ പോളിസി ഉണ്ടാക്കാം. അങ്ങനെ ആദ്യത്തെ ജെൻഡർ ന്യൂട്രൽ പോളിസി ഉണ്ടാക്കിയ കൂട്ടത്തിലുള്ള ഒരു കമ്പനിയല്ല, എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷനാണ്. പക്ഷെ നിയമപരമായ പരിരക്ഷ ഈ നിയമം സ്ത്രീക്ക് മാത്രമേ നൽകുന്നു. പക്ഷെ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ രണ്ടുപേർക്കും പരിരക്ഷയുണ്ട്. ഇപ്പൊ അമേരിക്കയിലേക്ക് പോവുകയാണെങ്കിൽ ജെൻഡർ ന്യൂട്രലാണ്. അപ്പൊ അവിടെ ഒരു പുരുഷന് സെക്സ്വൽ ഹരാസ്മെന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾക്കും കംപ്ലൈന്റ് കൊടുക്കാം. അവിടെ കംപ്ലൈന്റ് കൊടുക്കുന്നതിന് പ്രത്യേക സംവിധാനമുണ്ട്. അത് ഈക്വൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കമ്മീഷൻ, നമ്മുടെ SC/ST കമ്മീഷനൊക്കെ പോലെ അല്ലെങ്കിൽ വനിതാ കമ്മീഷനൊക്കെ പോലെ അവിടെ ഈക്വൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ, ആ കമ്മീഷനിലാണ് പരാതി കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്ന വിഷയം വളരെ വ്യത്യസ്തമായ ഒരു കേസാണ്. കൽക്കട്ട ഹൈക്കോടതിയുടെ മുന്നിൽ വന്ന മാളവിക ഭട്ടാചാര്യ എന്ന് പറയുന്ന സ്ത്രീയുടെ കേസിൽ. അപ്പൊ നമ്മൾ പറഞ്ഞു, ഒരു പുരുഷൻ സ്ത്രീയെ ഒരു സെക്സ്വലി ഡിറ്റർമിൻഡ് ബിഹേവിയർ ഹരാസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് സെക്സ്വൽ ഹരാസ്മെന്റ്. ഒരു സ്ത്രീയെ മറ്റൊരു സ്ത്രീ സെക്സ്വൽ ഹരാസ്മെന്റ് നടത്തുന്ന ഹരാസ്മെന്റ് സെക്സ്വൽ ഹരാസ്മെന്റ് ആവുമോ? രണ്ട് സ്ത്രീകളാണ്. ഉദാഹരണമായിട്ട് സെക്സ്വലി കളേർഡ് റിമാർക്സ്, ലൈംഗിക ചുവയുള്ള കമന്റ് അടിക്കുക. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ ലൈംഗിക ചുവയുള്ള കമന്റ് അടിക്കുന്നു, സെക്സ്വൽ ഹരാസ്മെന്റ് ആവുമോ? അല്ലെങ്കിൽ ഷോയിങ് പോർണോഗ്രാഫി, അശ്ലീല ചിത്രങ്ങൾ കാണിക്കുന്ന സെക്സ്വൽ ഹരാസ്മെന്റിന്റെ ഡെഫിനിഷനിൽ വരുന്ന മറ്റൊരു ഐറ്റമാണ്. പക്ഷെ അവരെ നിർബന്ധിച്ച് ഇത് കാണിക്കുന്നത് മറ്റൊരു സ്ത്രീയാണ്, പുരുഷനല്ല. പുരുഷനാണെങ്കിൽ പിന്നെ നമുക്ക് ഡൗട്ടൊന്നുമില്ല. അപ്പൊ കൽക്കട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ വന്ന ചോദ്യം ഇതാണ്: ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ ഹരാസ് ചെയ്യുന്നത് സെക്സ്വൽ ഹരാസ്മെന്റ് ആവുമോ? കൽക്കട്ട ഹൈക്കോടതി പറഞ്ഞു യെസ്. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ ഹരാസ് ചെയ്യുന്നതും സെക്സ്വൽ ഹരാസ്മെന്റ് ആണ്, ഇഫ് ഇറ്റ് ഈസ് എ സെക്സ്വലി ഡിറ്റർമിൻഡ് ബിഹേവിയർ അല്ലെങ്കിൽ as defined in the act. അപ്പൊ എന്തുകൊണ്ടാണ്? എല്ലാം റീസൺ പറയണമല്ലോ. അപ്പൊ കൽക്കട്ട ഹൈക്കോടതി പറഞ്ഞത്, അഗ്രീവ്ഡ് വുമൻ അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീ എന്നിടത്ത് വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നു, സ്ത്രീ തന്നെ ആയിരിക്കണം പീഡിപ്പിക്കപ്പെടുന്നത്. പക്ഷേ റെസ്പോണ്ടന്റ്, പ്രതിക്ക് ഒരു നിർവചനമുണ്ട് ഈ ആക്ടിൽ. അവിടെ പറഞ്ഞിരിക്കുന്നത് എ പേഴ്സൺ എന്നാണ്, ഒരു വ്യക്തി എന്നേ പറയുന്നുള്ളൂ. അപ്പൊ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അത് സ്ത്രീയാകാം പുരുഷനാകാം. അതുകൊണ്ട് കൽക്കട്ട ഹൈക്കോടതി പറഞ്ഞു, ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ ഹരാസ് ചെയ്താലും ദർ ഈസ് എ സെക്സ്വൽ കണ്ടന്റ്, സെക്സ്വൽ എലമെന്റ്, ഇഫ് ഇറ്റ് ഈസ് എ സെക്സ്വലി ഡിറ്റർമിൻഡ് ബിഹേവിയർ ദാറ്റ് വിൽ ഓൾസോ അമൗണ്ട് ടു സെക്സ്വൽ ഹരാസ്മെന്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയാണ്. Great Leap, encouraging employment values.